ഹായ് എവറി വൺ, നമ്മൾ ഈ ബ്ലോക്കിലെ ലാസ്റ്റ് ഷോർട്ട് സ്റ്റോറിയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ആൻഡ് ഐ നോ ദാറ്റ് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോറീസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഹിയർ. സോ ലെറ്റ്സ് ബിഗിൻ. നൗ ആർ യു ഫെമിലിയർ വിത്ത് ദ നെയിം ഏർണസ്റ്റ് ഹെമിംഗ്വേ? ഏർണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിക്ഷൻ റൈറ്റേഴ്സ് ഓഫ് ദ 20th century. നൗ ഏർണസ്റ്റ് ഹെമിംഗ്വേൻ്റെ ദ സ്റ്റോഴ്സ് ഓഫ് കിളിമഞ്ചാരോ എന്നുള്ള ഷോർട്ട് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഏർണസ്റ്റ് ഹെമിംഗ്വേൻ്റെ ലൈഫ് ആൻഡ് വർക്ക്സ് ഏതൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയുടെ പ്ലോട്ട് എന്താണ്, ആൻഡ് ദ മേജർ തീംസ് ഓഫ് ഹിസ് സ്റ്റോറി നമ്മൾ നോക്കുന്നുണ്ട്. നൗ ലെറ്റ് us take a look at Ernest Hemingway's life. Ernest Hemingway was born on 1899 July 21st. He was the son of Dr. Clarence E. and Grace Hall Hemingway. In 1924, he published in Our Time, that is the New York Bonnie and Levelite, his first collection of short stories. So in 1924, he published his first collection. In 1926, he published In Torrents of Spring, that is a novel, and The Sun Also Rises, another novel with Charles Scribner's son. In 1929, he published A Farewell to Arms, his first widely acknowledged novel. In 1932, he published Death in the Afternoon, a book about bullfighting. In 1933, around 1933-34, he published Winner Takes Nothing, a collection of short stories. In 1935, he published Green Hills of Africa, a book on game hunting. And between 1936 and 38, he covered the Spanish Civil War for the North American Newspaper Alliance. So he has worked as a writer as well as a journalist. Now, in 1950, he published Across the River and Into the Trees. In 1951, he published one of his most famous work, The Old Man and the Sea. In 1954, he was awarded the Nobel Prize for Literature, a very high prize. Literature വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ കിട്ടാൻ പോകുന്ന പ്രൈസാണ് Nobel Prize. He received it in 1954. And in 1961, he died of a self-inflicted wound at his home on July 2nd. ഹെമിംഗ്വേയുടെ കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഹി ഹാസ് റിപ്പീറ്റഡ് ഹിസ് തീംസ് എന്നുള്ളതാണ്. കുറേ സ്റ്റോറീസിൽ ഒരേപോലത്തെ തീംസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് തീം ഇസ് ദ വയലൻസ് അറ്റ് ദി ഹാർട്ട് ഓഫ് മെൻ ആൻഡ് തിങ്സ്. നമ്മൾ കഥകൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും മെൻ, അതായത് ആണുങ്ങളുടെ മനസ്സിലുള്ള വയലൻസ്, അവരുടെ ഇൻസ്റ്റിങ്സ്, അവരുടെ മോശം സ്വഭാവങ്ങളൊക്കെ ജനറലി ഇങ്ങനെ വയലൻ്റ് ആയിട്ടുള്ള സ്വഭാവങ്ങൾ, ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലും ജനറലി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് എല്ലാ മനുഷ്യരിലും ഉണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് ദ patriarchal സൊസൈറ്റി വി ലിവ് ഇൻ, മെൻ ഷോ ഇറ്റ് ദ മോസ്റ്റ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് ഹെമിംഗ്വേ ജനറലി ഒരു തീമായിട്ട് എടുത്ത് പറയാറ്. ദ സെക്കൻഡ് കോൺസെപ്റ്റ് ദ ഷോക്സ് ഓഫ് എക്സ്പീരിയൻസ്. അതായത് ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ബേസ്ഡ് ഒരു ട്രോമ ഉണ്ടാകും, ഒരു ഷോക്ക് ഉണ്ടാകും. ആ ഷോക്കിനെ പറ്റിയിട്ട് ജനറലി ഹി ടോക്സ് അബൌട്ട് ഇറ്റ്. മേ ബി പ്രോബബ്ലി ബിക്കോസ് ഹി ഹാസ് സ്ട്രേറ്റ് ഫോർവേഡ് സീൻ ദ വേൾഡ് വാർ, അല്ലെ, വേൾഡ് വാർ പോലത്തെ കോൺസെപ്റ്റ്സ് ഒക്കെ കാണുമ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ എഴുതുന്നതിൻ്റെ ഒരു രീതി കൂടും. അപ്പോൾ അതും ഒരു തീമായിട്ട് എടുക്കാം. ദെൻ ഹി ടോക്സ് അബൌട്ട് വയലൻസ് ഓഫ് വാർ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റീസൺ ആയിരിക്കാം, അതായത് അദ്ദേഹം വാർസ് കുറേ കണ്ടിട്ടുണ്ട് എന്നുള്ള റീസൺ ആയിരിക്കാം ഈ ഒരു തീം റെപ്പിറ്റഡ്ലി വരാൻ കാരണം. Then there is a man-woman relationship, ഒരു സ്ത്രീ-പുരുഷൻ റിലേഷൻഷിപ്പ്, ഇമോഷണൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഫിസിക്കൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, സംസാരിക്കുന്നത് എങ്ങനെയാണ്, ലവ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതിനെ പറ്റിയൊക്കെ ജനറലി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. Then there is a quintessential nothingness, അതായത് ഒന്നുമില്ലായ്മ. എന്താണ് ജീവിതം എന്ന് ചോദിക്കുമ്പം ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വരും, അല്ലെ. ചില ആൾക്കാർ പറയും എന്തിനാ ജീവിക്കുന്നതെന്ന് അറിയില്ല, ഒന്നുമില്ല, നമ്മൾ മരിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട, അങ്ങനത്തെ ഒരു നത്തിങ്നെസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടും ഏർണസ്റ്റ് ഹെമിംഗ്വേ എഴുതാറുണ്ട്. But at the same time, he also writes about the celebration of values. എന്ത് വാല്യൂസ് ആണ് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ മോറൽ വാല്യൂസ്, പ്രിൻസിപ്പിൾസ്, ഇതിനൊക്കെ സെലിബ്രേഷൻ ഓൾസോ ഏർണസ്റ്റ് ഹെമിംഗ്വേൻ്റെ കഥകളിൽ നമുക്ക് റിപ്പീറ്റഡ്ലി കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെലിബ്രേഷൻ ഓഫ് വാല്യൂസ് അറ്റ് ദ സെയിം ടൈം ഡെത്ത്, വാർ എന്നുള്ളതും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എഴുതുന്നതിൻ്റെ ബേസിക് റീസൺ എന്താ? പ്രൊട്ടാഗണിസ്റ്റിനെ വളരെ കറേജ് ഉള്ള ഒരാളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു മിക്സ് ഓഫ് തീംസ് ഉണ്ടായിട്ടുള്ളത്. അതായത് സ്റ്റോറീസ് ഓഫ് സെലിബ്രേഷനും അറ്റ് ദ സെയിം ടൈം ട്രയംഫൻറ്റ് ഐഡിയൽസ് ഓഫ് ദ മിഡ്സ് ഓഫ് വയലൻറ്റ് ഡെത്ത്. വയലൻറ്റ് ഡെത്തിൻ്റെ ഇടയ്ക്ക് ട്രയംഫൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജയിച്ചു വരുന്ന ഒരു പ്രൊട്ടാഗണിസ്റ്റിനെ കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അതെന്തിനാണ് അവിടെ ഒരു നല്ലതും ചീത്തതും കാണിക്കുന്നത്? സോ ദാറ്റ് ആ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ കറേജ് ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടും ഏർണസ്റ്റ് ഹെമിംഗ്വേ ഈ തീംസിന് ഉപയോഗിക്കാറുണ്ട്. We talked about Ernest Hemingway's
themes. What about his writing style? Now, Ernest Hemingway വിശ്വസിച്ചിരുന്നത് പ്യുവർ ഒബ്ജക്റ്റീവ് റൈറ്റിംഗിലാണ്. ഹി ബിലീവ് ദാറ്റ് സ്റ്റോറി പറയുമ്പം അതെങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ പറയണം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം, സ്ട്രേറ്റ് കട്ട് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബാഗേജും ഇല്ലാതെ, നമ്മളുടെ പേഴ്സണൽ ഇമോഷണൽ ബാഗേജസ് ഒന്നും ഇല്ലാതെ കഥ പറയണം എന്നുള്ളതാണ്. അപ്പോൾ പ്യുവർ ഒബ്ജക്റ്റീവ് റൈറ്റിംഗിലാണ് ഏർണസ്റ്റ് ഹെമിംഗ്വേ വിശ്വസിച്ചിരുന്നത്. അതേപോലെ തന്നെ ഹി ഓൾവേസ് എൻഡേവേർഡ് ടു കട്ട് ഔട്ട് ഇമോഷണൽ എക്സാജറേഷൻ വിത്തൗട്ട് ലാസ്പിംഗ് ഇൻ ടു ഇമോഷണൽ സപ്രഷൻ ഈതർ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു സബ്ജക്റ്റീവ് റൈറ്റിംഗ് അല്ലേ, ഓവർ ഇമോഷണൽ ബാഗേജ് ഒന്നും ഇല്ലാതെ, അത് അറ്റ് ദ സെയിം ടൈം തീരെ ഇമോഷൻ ഇല്ലാതെ എഴുതുക എന്നുള്ളതല്ല, ബട്ട് വളരെയധികം മെലോഡ്രമാറ്റിക് ആയിട്ട് എഴുതാതെ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി ഇമോഷനിൽ സാധിച്ചിട്ടുണ്ട് ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ റൈറ്റിംഗിൽ. ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഹീ കുഡ് സ്റ്റിമുലേറ്റ് അറ്റ് ദ സെയിം ടൈം റെഗുലേറ്റ് ഇമോഷൻ. ഉണ്ടാക്കാനും അതേപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനും, ഇമോഷൻസ് ഉണ്ടാക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. സോ ദാറ്റ് ദ സ്റ്റോറി ലുക്സ് വെരി ക്ലീൻ ആൻഡ് ഫങ്ഷണൽ. അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ഏർണസ്റ്റ് ഹെമിംഗ്വേക്ക് പറ്റിയിട്ടുണ്ട്. Now, Hemingway also sought to reproduce the real thing which came through the right selection of external details and consisted of what really happened in action. എന്താണ് നടന്നത് എന്ന് അങ്ങനെ തന്നെ കാണിച്ചുകൊണ്ട് പച്ചയായിട്ട് എഴുതിയിട്ട് റിയൽ തിങ് ആയിട്ട് കാണിക്കാൻ, അതായത് റിയൽ കാര്യങ്ങളെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ്. മേ ബി ബിക്കോസ് ഹീസ് എ ജേർണലിസ്റ്റ്, അതുകൊണ്ടായിരിക്കും, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും. എന്താണോ നടന്നത് അത് അങ്ങനെ തന്നെ എഴുതാൻ, ആ ഒരു ഇമോഷണൽ എക്സാജറേഷൻ ഇല്ലാതെ അങ്ങനെ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ഹെമിംഗ്വേക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഹെമിംഗ്വേ ഷുഡ് ബി ഗിവൺ ക്രെഡിറ്റ് ഫോർ വാട്ട്. എന്തിനാണ് ക്രെഡിറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത്, ഒരു പുതിയ രീതിയിലുള്ള വ്യത്യസ്തമായിട്ട് നിന്ന് അതും വളരെ മാസ്റ്റർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സ്റ്റൈൽ, പ്രോസ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുവന്ന് അതിൽ സക്സസ് നേടാൻ ഹെമിംഗ്വേക്ക് പറ്റി എന്നുള്ളതാണ് ഈ ഹെമിംഗ്വേനെ ബാക്കിയുള്ള ആ സമയത്തുള്ള റൈറ്റേഴ്സിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. സോ അതിന് നമ്മൾ അവർക്ക് ക്രെഡിറ്റ് കൊടുത്തേ, ആ റൈറ്ററിന് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ എന്നാണ് പറയുന്നത്. നൗ ലെറ്റ് us talk about the story. സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് വി മീറ്റ് ഹാരി ആൻഡ് ഹെലൻ. ഹാരി ആൻഡ് ഹെലൻ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ആൻഡ് ദേ ആർ കീപ്പിംഗ് ഓൺ ഫൈറ്റിംഗ്. ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ഇസ് ദേ ആർ ഇൻ ആൻ ആഫ്രിക്കൻ സഫാരി ആൻഡ് ദേ ആർ സ്റ്റക്ക്. അവർ ഹൈക്കിങ്ങിന് പോയതാണ് ആൻഡ് അവിടെ എവിടെയോ കുടുങ്ങിപ്പോയിട്ടുണ്ട്, അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. ആൻഡ് വി ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹാരിയുടെ കാലിൽ ഒരു മുറിവുണ്ട് ആൻഡ് അത് വളരെയധികം ഇൻഫെക്ഷനായിട്ട് ഒരു ലീത്തലായിട്ട് നിൽക്കുകയാണ്, അതായത് അത് കൂടിപ്പോയാൽ മരിച്ചു പോകും എന്നുള്ളൊരു സിറ്റുവേഷനിൽ ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. Now we see throughout the story that Harry and Helen keeps on bickering. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാണ്. ഹെലൻ ഇസ് സാഡ് ദാറ്റ് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലായത് ഹാരി കാരണമാണെന്നുള്ളത്. ഹാരി ഇസ് സാഡ് ദാറ്റ് ഹെലൻ്റെ ലക്ഷറിയസ് ലൈഫ് കാരണം നമ്മുടെ അടുത്ത് പൈസ ഒന്നും ഉണ്ടായില്ല, ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാണ്. ഹാരി സേസ് ഐ ഡോണ്ട് ലവ് യു എനിമോർ ആൻഡ് ഹെലൻ സേസ് ഷീ ഓൾസോ ഡസൻറ്റ് ലവ് ഹിം എനിമോർ ആൻഡ് ഷീ സ്റ്റാർട്ട്സ് ക്രൈയിങ്. And there is this incident where when he sees that she's crying, he says ഞാൻ വെറുതെ പറഞ്ഞതാണ്, ആ ദേഷ്യത്തിൽ പറഞ്ഞതാണ്. ആൻഡ് ദെൻ ഹി റിമെമ്പേഴ്സ് ദാറ്റ് ദേഷ്യത്തിൽ പറഞ്ഞതല്ല, അത് ഇഷ്ടമല്ല ശരിക്കും, പക്ഷേ അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് എന്നുള്ളത് എത്ര എളുപ്പത്തിലുള്ള ഒരു കള്ളത്തരായിട്ടാണ് പുറത്തേക്ക് വന്നത് എന്നുള്ളതൊക്കെ ആലോചിക്കും. ആൻഡ് ദെൻ വി സീ ഹാരി ഗോയിങ് ഇൻ ടു എ ഫ്ലാഷ് ബാക്ക്. അപ്പം പഴയ കാലത്തിലേക്ക് ഹാരി പോകുന്നതാണ് കാണിക്കുന്നത്. ആൻഡ് പഴയ കാലത്ത് ഹി റിയലൈസസ് ദാറ്റ് കുറേ ജീവിതത്തിൽ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, ആ സിറ്റുവേഷൻസ് ഒന്നും മാക്സിമം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ആസ് എ റൈറ്റർ ഹി വാസ് എ ഫെയിലിയർ എന്നുള്ളതാണ്. ഒരു നല്ല റൈറ്റർ ആവുന്നതിന് പകരം ജീവിതം ജസ്റ്റ് എൻജോയ് ചെയ്തു, ഫൺ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു, പൈസ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു, അങ്ങനെ മാത്രമേ ചെയ്തുള്ളൂ. അല്ലാത്ത ഒരു രീതിയിലും സക്സസ്ഫുൾ ആവാൻ അദ്ദേഹം ട്രൈ ചെയ്തില്ല എന്നൊരു റിഗ്രറ്റ് അദ്ദേഹത്തിന് അവിടെ വെച്ചുണ്ടാകുകയാണ്. അതേപോലെ തന്നെ ഹി ഓൾസോ റിമെമ്പേഴ്സ് ദാറ്റ് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഹി യൂസ് ടു ഡേറ്റ് അല്ലെങ്കിൽ ഹി യൂസ് ടു ബി ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് ഓൾഡർ വിമൻ സോ ദാറ്റ് അവർ പൈസ തരും നോക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. ആൻഡ് ആ പൈസ മറ്റുള്ള സ്ത്രീകളിൽ അല്ലെങ്കിൽ മറ്റുള്ള എഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഉപയോഗിച്ചിട്ട് കളയാണ് ചെയ്തത്, റാദർ ദാൻ കോൺസെൻട്രേറ്റിംഗ് ഓൺ ഹിസ് റൈറ്റിംഗ്. ഹി ന്യൂ ദാറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ റൈറ്റിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാകും എന്നറിയായിരുന്നു. ബട്ട് at the same time he feels like now it is too late. When he comes back to the present, ആ ഫ്ലാഷ് ബാക്കിന് പ്രസൻറ്റിലേക്ക് വരുമ്പം he also adores Helen in some way. ഇത്രയും കാലം എൻ്റെ കൂടെ സഹിച്ച് നിന്നില്ലേ എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പം he is happy that Helen was with her. But now he feels like he should write. ഇപ്പം കുറേ കാര്യങ്ങൾ എഴുതാൻ മനസ്സിൽ വരുന്നുണ്ട്, ബട്ട് ദർ ഇസ് നോ പോയിന്റ് എനിമോർ അല്ലേ, കാരണം മരണക്കിടക്കയിൽ കിടക്കാണ്, ഇപ്പോൾ എഴുതിയിട്ട് ഒരു കാര്യമില്ല. ആൻഡ് ഹി റിഗ്രറ്റ്സ് സോ മച്ച് ദാറ്റ് ഹി ഫീൽസ് സോ ബാഡ് ഹി കുഡൻറ്റ് റൈറ്റ്
when he could have. എഴുതാൻ പറ്റിയിരുന്ന കാലത്ത് എഴുതാതെ ഇപ്പം എഴുതാൻ ഇങ്ങനെ കൊതിയാവാണ് എന്ന്, മരണക്കിടക്കൽ കിടക്കുമ്പം കൊതിയാവാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഹാരിക്ക് ഉണ്ടാവുന്നത്. ആൻഡ് ഹീ സ്ലോലി സ്ലിപ്സ് അവേ ടു സ്ലീപ്പ്. അപ്പം ഹീ ഫീൽസ് ലൈക്ക് ഒരു ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ കോംപെൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഈ ഹെലികോപ്റ്ററായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഹീ ഫീൽസ് ലൈക്ക് ഹീസ് റെസ്ക്യൂഡ് അല്ലേ. ഹീ ഫീൽസ് ലൈക്ക് ഇനിയിപ്പോൾ ഇവിടെ തന്നെ രക്ഷിച്ചു കൊണ്ടുപോകും, ഇനി ഹോസ്പിറ്റലിൽ എത്തി ഞാൻ അസുഖം മാറിക്കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ എഴുതാം, എൻ്റെ റിഗ്രറ്റ്സ് ഒക്കെ തീർക്കാം എന്ന് വിചാരിക്കുകയാണ്. ആൻഡ് വൺസ് ഹീസ് പിക്ഡ് അപ്പ്, ആ ഹെലികോപ്റ്ററിൽ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഹീ റിയലൈസസ് ദാറ്റ് ഹോസ്പിറ്റലിൽ എത്താനുള്ള സമയം ഇനി എൻ്റെ കയ്യിലില്ല. സോ ദേ സ്ലൈറ്റ്ലി ഡീവിയേറ്റ് ആൻഡ് ഗോസ് ടു ദ പീക്ക് ഓഫ് കിളിമഞ്ചാരോ. ആ ഒരു സ്നോ പീക്കിൽ എത്താണ്. ആൻഡ് അവിടെ എത്തിയിട്ട് ഹീ സ്ലോലി ഡൈസ്. ആൻഡ് വെൻ ദ സ്റ്റോറി ഈസ് എൻഡിങ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അത് വെറും ഹാരിയുടെ ഒരു സ്വപ്നമായിരുന്നു. ഹെലൻ വേക്സ് അപ്പ് ഇൻ ദാറ്റ് ഐലൻഡ് ആൻഡ് സീസ് ഹാരി നെക്സ്റ്റ് ടു ഹർ ലൈഫ്ലെസ്. സോ ആ കിളിമഞ്ചാരോയിൽ പോകുന്നതും വേക്കപ്പ് ആവുന്നതും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന യാത്രയും ഒക്കെ ഹാരി കണ്ടൊരു മരിക്കുന്നതിന് മുന്നേയുള്ള സ്വപ്നം മാത്രമായിരുന്നു. ദേ ആർ സ്റ്റിൽ സ്റ്റക്ക് ഇൻ ദാറ്റ് പ്ലേസ് ആൻഡ് ഹെലൻ സീസ് ദാറ്റ് ഹാരി ഈസ് ഫൈനലി ഡെഡ്. So this is what the story was about. This is how the story ends. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള തീംസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദ ഫസ്റ്റ് തിങ് ഇസ് ലൈഫ് ആൻഡ് ഡെത്ത്. നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്തു, നമ്മൾ മരിക്കുന്നതിന് മുന്നേ എന്താണ് ഫീൽ ചെയ്യുന്നത്, നമ്മളെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, റിഗ്രറ്റ്സ് ലൈഫിൽ എങ്ങനത്തെയൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഹാരി കോൺസ്റ്റൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു റിഗ്രറ്റ് എന്താണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ ലൈഫും ഡെത്തും എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തന്നെ ലൈഫും ഡെത്തും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതൊക്കെ ജനറലി ഒരു തീമായിട്ട് നമുക്ക് ഈ കഥയിൽ കാണാം. അതേപോലെ തന്നെ ആർട്ടിസ്റ്റിക് ക്രിയേഷനെ പറ്റി പറയുന്നുണ്ട്. ഹീ ഫീൽസ് ലൈക്ക് ഹി വാസ് എൻ ആർട്ടിസ്റ്റിക് ഫെയിലിയർ അല്ലേ. ഹീ ഫീൽസ് ലൈക്ക് എനിക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റായിരുന്നു ബട്ട് ഐ കുഡൻ. ആൻഡ് പാഷൻ ചെയ്യാനുള്ളൊരു പാഷൻ എപ്പോഴാണ് വന്നത്, മരിക്കാൻ കിടക്കുന്ന സമയത്ത്. സോ ആർട്ടിസ്റ്റിക് ക്രിയേഷനെ പറ്റി പറയുന്നുണ്ട്. വെൻ ഹി ഹാഡ് ദ ടൈം ഹി കുഡൻ ഡു ഇറ്റ്, ബട്ട് നൗ ദാറ്റ് ഹീസ് ഓൾമോസ്റ്റ് ഡെഡ് ഹി റിഗ്രറ്റ്സ് ദാറ്റ് ഹി കുഡൻ ഡു ഇറ്റ്. അപ്പോൾ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ആ ഒരു ആർട്ടിസ്റ്റിക് ഔട്ട്ലെറ്റ് ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കാം അവരുടെ റിലേഷൻഷിപ്പിലും, അതായത് ഹാരി ആൻഡ് ഹെലൻ്റെ റിലേഷൻഷിപ്പിലും പ്രോബ്ലംസ് ഉണ്ടായത് എന്ന് നമുക്ക് വിചാരിക്കാം. സോ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ അങ്ങനെയാണ് ഒരു തീമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇന്ന് നമ്മൾ ഏർണസ്റ്റ് ഹെമിംഗ്വേ, ഹിസ് ലൈഫ്, ഹിസ് വർക്ക്സ്, സ്നോസ് ഓഫ് കിളിമഞ്ചാരോയുടെ കഥ, അതിൻ്റെ കോൺസെപ്റ്റ്സ്, അതിൻ്റെ തീംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി. ആസ് ഐ ഓൾവേസ് സേ, I will always recommend you to read the short story so that you can understand it a little bit more and get the short incidents that I have missed. ഞാൻ സമ്മറി ആയിട്ട് പറയുമ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരും. അതറിയാൻ the best option is to read the story. So I'll see you in the next video. Bye.